നമ്മൾ അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ നടന്നിട്ടോ കാര്യമില്ല. ഓക്കെ, പക്ഷെ അത് ആ സമയത്ത് ഞാൻ മുഖം വീർപ്പിച്ച് ഇവക്കൊന്നും കിട്ടുന്നതിൽ എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് അവളോട് അസൂയ, അല്ലെങ്കിൽ അനുമോളോട് അസൂയാണ്, അല്ലെങ്കിൽ അനുമോൾ എന്ന വ്യക്തിനോട് അസൂയ എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ വെൻ ഐ ട്രൈ ടു എക്സ്പോസ് ഹർ ടോക്സിക് ആർമി ആൻഡ് ടോക്സിക് PR ആൻഡ് എവറിത്തിങ്, എല്ലാവരും ടോക്സിക് ആണെന്നല്ല പറയുന്നത്. അനുമോക്ക് കുറേ നല്ല ഫാൻസും നല്ല ഓഡിയൻസും ഉണ്ട്, നല്ല ഓർഗാനിക് ഓഡിയൻസും ഉണ്ട് അനുമോക്ക്. പക്ഷേ ഈ ഓർഗാനിക് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല ഈ ടോക്സിക് ഫാൻസിനെയും ടോക്സിക് PRനെയും മനസ്സിലാവുന്നില്ല. അപ്പം അനുമോളെ ഓർഗാനിക് ഓഡിയൻസിന് ദേഷ്യം വരുന്നുണ്ട് PR എന്ന് പറയുന്ന സമയത്ത്, വിച്ച് ഈസ് വെരി ഒബ്വിയസ്. കാരണം ഇപ്പം അനുമോക്ക് 10K ഫോളോവേഴ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക, 10K വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അനീഷേട്ടന് 15K മറ്റേ വോട്ട്സ് ആണുള്ളതെന്ന് വിചാരിക്കുക ഫ്രം ഓർഗാനിക് ഓഡിയൻസ്. അപ്പം അനീഷേട്ടന് 15K ആവുമ്പം അനുമോളെ PR എന്താക്കും, അതിൽക്കൊരു 10K കൂടി വോട്ട് കൊടുക്കും. ഇപ്പോൾ റണ ഫാത്തിമ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ അനുമോക്കുണ്ട് ഈ PR ഇല്ലാതാണ് ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം പറയായിരുന്നു. അനുമോൾ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, താനുണ്ടെങ്കിൽ PRനെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് കണ്ടിട്ടുണ്ട്, PRൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ സമയത്തുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, താൻ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് തീർച്ചയായിട്ടും ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇറങ്ങിയതിനൊക്കെ ശേഷം അത് മാറ്റി പറയുകയാണ് ചെയ്തത്, ഇത്രയും പൈസ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്തെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റണ പറയുന്ന ഒരു കറക്റ്റ് കാര്യം തന്നെയാണ്. അർഹതയുള്ളവരായിരിക്കത്തില്ല ആ സമയത്ത് ജയിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ദേഷ്യം വരും. അതേ സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് ഓർഗാനിക്കലായിട്ട് ഒരുപാട് സത്യസന്ധമായിട്ടിരിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദേഷ്യം വരുന്നതും കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ റണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അവർക്കും തീർച്ചയായിട്ടും ദേഷ്യമൊക്കെ വരും. അതേ കണക്ക് തന്നെ ബാക്കിയുള്ളവർക്കും. അവർ വെളിയിറങ്ങുമ്പോൾ ഒരുപാട് PRകാരെ അവരെ ആക്രമിക്കുമ്പോൾ അവർക്കും ദേഷ്യം തോന്നി അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സാധാരണ രീതിയിലുള്ളൊരു സംഭവം തന്നെ ആയിരിക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.